ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ഹരിത നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വട്ടയപ്പം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അമൃതം പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എന്താവും എന്നുള്ളത് ലാസ്റ്റ് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക, നമ്മുടെ ശർക്കര പാവാക്കിയത് ഒഴിച്ച് കൊടുക്കുക, കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാറ്റർ മാറ്റി വയ്ക്കുക. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് മീനാണ് കേട്ടോ, വേറെ ഒന്നും മേടിച്ചില്ല. മീനാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഫ്രഷ് അതിൽ കിട്ടി. അപ്പോൾ അത് ഇനി ഒന്ന് വൃത്തിയാക്കി അവനൊന്ന് കുട്ടപ്പനാക്കി എടുക്കണം, കറി വെക്കണം. അപ്പോൾ ഞാൻ കുളിച്ചിട്ടില്ല, മീനൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മീനൊക്കെ ഞാൻ നന്നാക്കി, ഐസ് ഉണ്ട്, നല്ല തണവുണ്ട് ഫ്രീസറിൽ. ഇന്നലെ വൈകുന്നേരം മേടിച്ച് വെച്ചതാണ്. അപ്പോൾ ഇന്നലെ എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച കേട്ടോ. ശനിയാഴ്ച വൈകുന്നേരം കൊണ്ടുവന്നാൽ പിന്നെ ഫ്രീസറിലേക്ക് വെച്ചു. അപ്പോൾ നല്ല തണവുണ്ട്. തണവ് വിടാണ്ട് മുറിക്കണതാണ് എനിക്കിഷ്ടം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അതിനെ കിട്ടും. അപ്പോൾ ഈ കട്ടിംഗ് ബോർഡ് ആണ് കേട്ടോ നമ്മൾ മേടിച്ചത്. 200 രൂപയായുള്ളൂ കേട്ടോ, ബാമ്പുവിൻ്റെയാണ്. ഞാൻ ഓൺലൈനായിട്ട് സാധനങ്ങൾ മേടിച്ച് തുടങ്ങാൻ പോകണുള്ളൂ. ഞാനിപ്പോൾ ഒന്നും മേടിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പോൾ നേരിട്ട് എടുക്കുന്നതാണ് എനിക്ക് കൂടുതലിഷ്ടം. അപ്പോൾ ഇനി കല്ലുപ്പിട്ട് അവനൊന്ന് വൃത്തിയാക്കി സുന്ദരി കുട്ടിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി ഏലക്കാപ്പൊടി നമ്മൾ ആ ബാറ്ററിലേക്ക് ഇടാൻ വിട്ടുപോയി, അത് ഇട്ടു കേട്ടോ. ഇനി നാളികേരം ചിരകി ചെറുള്ളി ഒരു 3-4 ഇട്ടിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അരപ്പ് റെഡിയാക്കാണ് കേട്ടോ. അരപ്പ് റെഡിയാക്കി എടുത്തു. നമ്മളിതേ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ അരപ്പ് നമ്മൾ ഇനിയൊരു ചട്ടിയിലേക്ക് ഒഴിക്കുക. പിന്നെ ഇഞ്ചിയും പച്ചമുളകും ചെറുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ ഇഞ്ചിയും പച്ചമുളകും നമ്മൾ കീറിയിട്ടത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ചീഞ്ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മുടെ ചെറുള്ളി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ നിറഞ്ഞ് നമ്മുടെ കൂട്ടാൻ നിറഞ്ഞ് വരുമ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക. അത് നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഉള്ളി മൂപ്പിച്ച് നമുക്ക് അതിൽ ചേർക്കണം. അതിലേക്ക് ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളത് മീനിലേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ കൂട്ട റെഡിയായി കഴിഞ്ഞു കേട്ടോ. നല്ല അടിപൊളി മീൻകൂട്ട റെഡി ആയിട്ടുണ്ട്. ഇനി വിഹാനക്കുട്ടിക്ക് ഉച്ചക്കലത്തെ ഫുഡ് മത്തങ്ങ പ്യൂരിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള മത്തങ്ങയൊക്കെ ഞാൻ നന്നാക്കി ആവിയായിട്ട് വെച്ചു. നമ്മുടെ വട്ടയപ്പം ഇതാണ് കേട്ടോ. ഇത് വലിയ ടേസ്റ്റൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.